ജീവിതത്തിന്റെ അരാജക വഴികളിലൂടെയുള്ള അത്യന്തം വിക്ഷുബ്ധമായ യാനത്തിൽ ഗാധരമായ ഒരു സംഗീതത്തിന്റെ ശീലുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം നിമന്ത്രിക്കുന്നുണ്ടാകും, ആവാരാകും. നന്ദി, നമസ്കാരം. ഖാലിദ് വർഷങ്ങളായുള്ള പരിചയം, ഇന്ത്യ വിഷൻ മുതൽ അടുത്ത് പരിചയവും അതോടൊപ്പം ഒരുപാട് ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പുസ്തകമാണ് ഇന്നിവിടെ നമുക്ക് മുമ്പിൽ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സംഗീതത്തെ മുറുകെ പിടിക്കുന്ന ഖാലിദ് സംഗീതത്തെ മുറുകെ പിടിച്ച് ഇനി എഴുതുക, ഒരു വേറിട്ട വ്യക്തിയായി ഉദിക്കുക. എല്ലാവിധ ആശംസകളും. ഒരുപാട് കാര്യങ്ങളുണ്ട്. മരണത്തിൽ നിന്ന് തിരിച്ചു എന്ന ഒരാൾക്ക് ഇനി എന്തും സാധ്യമാകും എന്നുള്ള വലിയ ഒരു സത്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കാണുന്നുണ്ട്. UAE കരസേനയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ, ഇന്ത്യ വിഷന്റെ അമരക്കാരനായിരുന്ന ഒരാൾ, അങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അദ്ദേഹത്തിന്. പക്ഷേ അക്ബർ കക്കടിലിനെ സ്നേഹപൂർവ്വം അടുത്തറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ അടുപ്പമുണ്ട്. ഓരോ മണൽത്തരികയും സ്നേഹിക്കുന്ന ഖാലിദ് നാട്ടിൽ പോയിട്ട് സ്വന്തം ഉപ്പയുടെ കൂടെയൊക്കെ ഈ പ്രായത്തിലും ഉപ്പയെ കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുന്ന ആ രീതിയിൽ നാട്ടിൽ കുറേ നാൾ നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാൾ. അപ്പോൾ നമുക്ക് ഒരു ആ ജീവിത രീതി മൊത്തം കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. ഇനി എന്താ വേണം ഈ നട്ടപ്പായതൊക്കെ കൊടിയെടുക്കാണ്ട് പോന്ന്? എനിക്ക് പനി വരൂലേ മാതെ? ഞാൻ പറഞ്ഞത് തന്നെയാണ് അത്. അപ്പോൾ അത്രമാത്രം ഹൃദയാവർജകമാണ് അതിലെ ഓരോ വരികളും. വായിക്കണം, അനുഗ്രഹിക്കണം. നന്ദി. ഉമ്മ എന്നെ കാണാൻ തോന്നുമ്പോൾ വിളിക്കുക, മോനെ രാത്രി മുല്ല വിരിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നല്ല മണടിക്കുന്നുണ്ട് എന്നാ പറയാ. ഉമ്മക്കറിയാം രാത്രി മുല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ വണ്ടി കയറുന്നു. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് കഴിഞ്ഞുപോയത്, കടന്നുപോയത്. നിറഞ്ഞ സദസ്സിൽ എൻ്റെ ആവാരാഹവും പ്രകാശിതമായി. ആളുകളൊക്കെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഈ അനുഗ്രഹീത നിമിഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും സന്തോഷം. താങ്ക് യു.